ഇന്നും എത്തിയിട്ടുള്ളത് ഒരു കൊച്ചു കഥയുമായിട്ടാണ്. ഒരു പരുന്തിൻ്റെ കഥ. തൻ്റെ സ്വന്തം കഴിവുകൾ തിരിച്ചറിയാതെ പോയ ഒരു പരുന്തിൻ്റെ കഥ. ഈ കഥ ഞാനൊരു ബുക്കിൽ വായിച്ച കഥയാണ്. വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ നമ്മുടെ ലൈഫുമായിട്ട് വളരെ ബന്ധമുള്ളൊരു കഥയാണെന്ന്. എന്നാൽ കഥ തുടങ്ങാം. പണ്ടൊരു ഗ്രാമമുണ്ടായിരുന്നു. നമുക്കതിനൊരു പേര് കൊടുക്കാം. കിങ്ങിണിപ്പാടം. അതിമനോഹരമായൊരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു കർഷകനുണ്ടായിരുന്നു. ആ കർഷകൻ ഒരു ദിവസം റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം വഴിയരികിൽ ഒരു പരുന്തിൻ്റെ കൂട് കിടക്കുന്നത് കണ്ടത്. അതിൻ്റെ അടുത്തേക്ക് അയാൾ പോയി നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇതാകെ നശിച്ചു കിടക്കുന്നൊരു കൂടാണെന്ന്. അയാൾ നോക്കുമ്പോൾ അതിലൊരു മുട്ടയുമുണ്ട്. മെല്ലെ അത് എടുത്തു നോക്കിയപ്പോൾ ആ മുട്ടയ്ക്ക് ചെറിയൊരു ചൂടുമുണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് വിരിയാനായൊരു മുട്ടയാണെന്ന്. അയാൾ ചുറ്റും നോക്കി അതിൻ്റെ അമ്മ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷെ എവിടെയും അതിനെ കണ്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ മുട്ട ഇവിടെ വെച്ച് പോയാൽ അത് സേഫല്ല എന്ന്. കാരണം മറ്റ് പല ജീവികളും വന്ന് ഈ മുട്ട നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. അയാൾ ആ മുട്ടയെടുത്ത് അയാളുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അയാളുടെ വീട്ടിൽ അയാൾ കോഴികൾക്ക് അടവച്ചിട്ടുണ്ടായിരുന്നു. ആ അടവെച്ച മുട്ടയുടെ കൂട്ടത്തിൽ അയാൾ ഈ മുട്ടയും കൂടി വെച്ചു. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ മുട്ടകളൊക്കെ വിരിഞ്ഞു. കുറേ കോഴിക്കുഞ്ഞുങ്ങളുണ്ടായി. അതിൻ്റെ ഇടയിൽ ഈ പരുന്തിൻ്റെ മുട്ടയും വിരിഞ്ഞ് കുഞ്ഞ് പുറത്തു വന്നിരുന്നു. പരുന്ത് വിരിഞ്ഞിറങ്ങുമ്പോൾ അതിൻ്റെ ഒപ്പമുള്ളതൊക്കെ കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ പരുന്ത് വിചാരിച്ചു ഞാനൊരു കോഴിക്കുഞ്ഞാണെന്ന്. കാരണം തൻ്റെ കൂടെയുള്ളവരെല്ലാം കോഴികളാണ്. അപ്പോൾ ഞാനും അങ്ങനെ വളരണമെന്ന് കരുതി ഈ പരുന്തും ഈ കോഴികളെപ്പോലെ ജീവിക്കാൻ തുടങ്ങി. ഈ പരുന്ത് ചില സമയങ്ങളിൽ മാത്രമേ മുകളിലേക്ക് നോക്കിയുള്ളൂ. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഈ കോഴികൾ വളരെ ചുരുക്കമേ മുകളിലേക്ക് നോക്കുകയുള്ളൂ. അതെപ്പോഴും കൊത്തി തിന്ന് നടക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ പരുന്തും നോക്കിയതേയില്ല. അങ്ങനെ അത് വളർന്നു. ഒരു ദിവസം ഈ പരുന്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ മുകളിലേക്ക് നോക്കിയപ്പോൾ അതൊരു മനോഹരമായൊരു കാഴ്ച കണ്ടു. ആകാശത്തിലൂടെ മറ്റൊരു പരുന്ത് ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത്. ഈ കാഴ്ച കണ്ട പരുന്ത് സ്വയം മറന്ന് ഇങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് മനസ്സിലോർത്തു, ഷോ, ഞാനൊരു പരുന്തായി ജനിച്ചിരുന്നെങ്കിലെന്ന്. ഇതോടെ ഈ കഥ ഇവിടെ അവസാനിച്ചു. പക്ഷേ ഈ ഒരു ചെറിയ കഥ നമുക്ക് കുറേ പാഠങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ പരുന്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപാട് ഉയരങ്ങളിലെത്തേണ്ട ഒരുപാട് സ്വപ്നങ്ങളും കഴിവുകളുമുള്ള കുറേ മനുഷ്യർ. പക്ഷേ അവരാരും തന്നെ അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പുറകെ പോവാറില്ല. കാരണം എന്താ? അവരുടെ ഒപ്പമുള്ളവരൊന്നും അത് ചെയ്യുന്നില്ല. ഇനി നമ്മൾ എന്തെങ്കിലും അവരിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്താൽ അവരെന്ത് വിചാരിക്കുമെന്ന് കരുതി നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ അവിടെ ഉപേക്ഷിക്കും. ഈ കഥയിലുള്ള പരുന്തിനെ പോലെ നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ കഴിവുകൾ എന്താണെന്നും മറ്റുള്ളവർക്കൊന്നും അറിയില്ല. അത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. നമ്മൾക്കൊക്കെ ഒരു ലൈഫേ ഉള്ളൂ. അത് ഹാപ്പിയായി ജീവിക്കുക. നമ്മൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുക.